ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന പ്രചാരണത്തിന് പിന്നാലെ കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതി ഷിംജിതയ്ക്കെതിരെ വിവാദ പരാമർശങ്ങളുമായി റിമാൻഡ് റിപ്പോർട്ട്. ഷിംജിതയ്ക്ക് ജാമ്യം നൽകിയാൽ അത് മറ്റ് സ്ത്രീകളും സമാന പ്രവർത്തികൾ ആവർത്തിച്ചേക്കുമെന്ന് പറയുന്നു. CCTV ദൃശ്യങ്ങളിൽ നിന്നും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും ഈ റിപ്പോർട്ടിലുണ്ട്. ഷിംജിതയുടെ ജാമ്യാപേക്ഷ കുന്ദമംഗലം കോടതി ശനിയാഴ്ച പരിഗണിക്കും. ബസ്സിൽ വച്ച് ലൈംഗികാതിക്രമം നേരിട്ടുവെന്ന് ഷിംജിതയുടെ ആരോപണം തള്ളുന്ന വിവരങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും അസ്വാഭാവികമായി എന്തെങ്കിലും സംഭവിച്ചെന്ന് കണ്ടെത്താനായില്ല. ദുരനുഭവം നേരിട്ടെന്ന് പറയുന്ന യുവതി താമസിക്കുന്ന വടകരയിലോ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലോ അധികാരപ്പെട്ട നിയമകേന്ദ്രങ്ങളിലോ പരാതി നൽകിയില്ല. അപവാദ പ്രചാരണം കാരണമുണ്ടായ മനോവിഷമത്തിലാണ് ദീപക് ജീവനൊടുക്കിയതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഷിംജിതയ്ക്ക് ജാമ്യം നൽകിയാൽ മറ്റു സ്ത്രീകളും ഇത്തരം പ്രവർത്തികൾ ആവർത്തിച്ചേക്കുമെന്ന്, കൂടുതൽ പേർ ജീവനൊടുക്കിയേക്കുമെന്നും വിവാദ പരാമർശവും റിപ്പോർട്ടിലുണ്ട്. ബസ്സിൽ വെച്ച് ദീപകിനെ ഉൾപ്പെടുത്തിയുള്ള 7 വീഡിയോകളാണ് ഷിംജിത മൊബൈലിൽ ചിത്രീകരിച്ചത്. ഇവ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതായും കണ്ടെത്തി. എന്നാൽ തനിക്ക് ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നേരിട്ടെന്ന് പ്രാഥമിക മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഷിംജിത. ദീപക് ലൈംഗികാതിക്രമം നടത്തിയെന്നും തെളിവിനായാണ് ദൃശ്യങ്ങൾ പകർത്തിയതെന്നും ഷിംജിത ആവർത്തിച്ചു. യുവതിയുടെ ജാമ്യ ഹർജി കുന്ദമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ശനിയാഴ്ച പരിഗണിക്കും. നിലവിൽ മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡിലുള്ള ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കസ്റ്റഡിയിലെടുത്ത മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഫോണിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്താണ് പ്രചരിപ്പിച്ചതെന്ന് പോലീസ് കണ്ടെത്തൽ. ന്യൂസ് മലയാളം, കോഴിക്കോട്.